നമസ്തേ. ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ. അദ്ദേഹത്തിന് 6 മാസത്തെ അവധി അനുവദിച്ച് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ. പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 അംഗങ്ങൾ കൈയുയർത്തി അവധി അപേക്ഷയെ പിന്തുണച്ചു. ഇതോടെ പാസായ ഈ തീരുമാനം ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 2 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടെ അവധി അപേക്ഷ അംഗീകരിച്ചത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണോ? അതേസമയം ഈ തീരുമാനത്തിനെതിരെ നിയമോപദേശം തേടുമെന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളോട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് എന്താണ് പറയുന്നത്? തത്തുമൈ ന്യൂസിനോട് മേയർ പ്രതികരിക്കുന്നു. ആ വീഡിയോ കാണാം. അല്ല, അത് അവർ പിന്തുണച്ചതാണ്. ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൗൺസിലറാണ്. അതോടൊപ്പം പൗണ്ടോട് വാർഡ് കൗൺസിലർ, എനിക്ക് തോന്നുന്നു ഒരു കൗൺസിലർ അയോഗ്യനാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം കൊണ്ടാണ് സ്വീകരിച്ചതെന്ന് എനിക്കെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചു നോക്കൂ. അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ പിന്തുണച്ചത് കൊണ്ടാണ്, അപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഉൾപ്പെടെ നോക്കിയപ്പോഴേക്കും 51 പേരുടെ പിന്തുണ കിട്ടും. അവർ ഇത്രയും കാലം തേടിയില്ലേ നിയമോപദേശം? അവർ തേടിക്കോട്ടെ, അവർ നിയമോപദേശം തേടണം. അവരുടെ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ നോക്കണം. അല്ല, കഴിഞ്ഞ കൗൺസിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ ബഹുമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രമേ ആകാവുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ ജനാധിപത്യത്തിൽ ഒരു അപമതിപ്പുണ്ടാകും. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, കൗൺസിൽ അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് മേയറുടെ അഭിപ്രായം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ തടസ്സങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നഗരസഭാ വളപ്പിന് പുറത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിൽ സ്ഥാനം അസാധുവാകുമെന്ന നിയമപരമായ വ്യവസ്ഥ മറികടക്കാനാണ് സുഗതൻ അവധി അപേക്ഷ നൽകിയത്. അടുത്തിടെ ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം വിയൂർ ജയിലിൽ വെച്ച് മേയർ VV രാജേഷ് സുഗതന് കൗൺസിലറായി സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 6 മാസത്തെ തടവ് കാലയളവിലേക്ക് അവധി അനുവദിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തത്. 6 മാസത്തെ അവധി അനുവദിച്ച നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം നിയമപരമായും രാഷ്ട്രീയപരമായും ഇനിയും ചർച്ചയാകാനാണ് സാധ്യത. ഇത് വെറും നിയമ നടപടിയാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണോ എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം. ഈ വിഷയത്തിൽ തുടർ നടപടികളും നിയമപരമായ വെല്ലുവിളികളും ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും. കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾക്കായി തത്തുമൈ ന്യൂസിനൊപ്പം തുടരുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.